ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ ഓണമൊക്കെ വരികയില്ലേ, അപ്പോൾ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സദ്യ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കുറുക്കുകാളിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട കറിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കുറുക്കുകാളൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രമാണ്. അപ്പോൾ എപ്പോഴും കാളനൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കൽച്ചട്ടിയാണ്. കൽച്ചട്ടി എടുക്കാം, അതുപോലെ തന്നെ മൺചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ 1 കപ്പോളം വരുന്ന നേന്ത്രക്കായാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പോളം വരുന്ന ചേന അതുപോലെ തന്നെ അതിൻ്റെ തോല് കളഞ്ഞ് നന്നായി കഴുകി ഈ നേന്ത്രക്കായ കട്ട് ചെയ്തതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാളനുള്ള കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പത്തോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കഷ്ണങ്ങളുടെ വലിപ്പം കുറയുമ്പോൾ അത് നന്നായിട്ട് വേവും. അപ്പോൾ കഴിക്കുമ്പോൾ അത്ര നന്നായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കാളൻ കഴിക്കുന്ന സമയത്ത് ഈ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാവണം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഈ കഷ്ണങ്ങളിൽ അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് വരണം. ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് മുറിഞ്ഞ് കിട്ടണം. ആ രീതിയിലാണ് ആവാൻ പാടുള്ളൂ, ഒരുപാട് വേവാൻ പാടില്ല. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ചും കൂടിയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 പച്ചമുളക് ചേർക്കാം. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, അതായത് ഒരു 1/4 കപ്പോളം വെള്ളം വേണ്ടി വരും. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നാളികേരം പച്ചമുളകും ജീരകവും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം കാളനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് ഇതിൽ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് വേണം കേട്ടോ കാളനിലൊക്കെ ചേർക്കുമ്പോൾ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഞാൻ 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരിൽ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഉടച്ചെടുക്കാൻ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അടിച്ചെടുക്കണ്ട. അപ്പോൾ അത് മോര് പോലെയാവും. നമുക്ക് വേണ്ടത് മോര് പോലെയല്ല, തൈര് പോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് അതിലെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണമെന്ന് മാത്രം. തൈര് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തൈരൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം തിളച്ചിട്ട് ഒരു കുറുകിയ രീതിയിലാവണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരം ജീരകവും പച്ചമുളകും കൂടിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നാളികേരം ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, 1-2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കുറുക്കുകാളിന് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്കിതിൽ നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറുക്ക് കാളനിൽ കടുകും മുളകൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. ഈ കടുക് വറുക്കാൻ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് കാളനിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ സദ്യ സ്റ്റൈൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കുറച്ച് സമയമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് സദ്യയിലൊക്കെ കഴിക്കുന്ന കുറുക്ക് കാളൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇത് 2-3 ദിവസത്തിനൊന്നും കേടുവരില്ല. നമുക്കിത് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്